ഗന്ധർവം, ജാക്ക്പോട്ട്, ഇലവങ്കോട് ദേശം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ബാലതാരമായിട്ട് ഈ ഒരു നിശാൽ ചന്ദ്ര അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും മലയാളികൾക്ക് നിശാൽ ചന്ദ്ര ഈ ഒരു സിനിമാ നടനായിട്ടല്ല സുപരിചിതനാകുന്നത്. നമുക്കറിയാം, നടി കാവ്യ മാധവനുമായിട്ടുള്ള ഒരു വിവാഹത്തിന് ശേഷമാണ് ഈ ഒരു നിശാൽ ചന്ദ്രയെ കുറിച്ച് നമ്മൾ അറിയുന്നത്. 2009 വലിയ ആഘോഷത്തോട് തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അന്ന് 25 വയസ്സായിരുന്നു കാവ്യയുടെ പ്രായം. ബാങ്ക് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ബിസിനസ്സുമാനും എല്ലാമായിരുന്നു ഈ ഒരു നിശാൽ ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തി. അത്യന്തം ആർഭാടത്തോടെ നടന്ന ഈ ഒരു വിവാഹത്തിന്റെ ദൃശ്യങ്ങളും ഫോട്ടോയും എല്ലാം ഭയങ്കര രീതിയിൽ വൈറലായിരുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്ത ഒരു വിവാഹം. ആ വിവാഹ വിരുന്നിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് കാണാവുന്നതാണ്. നായികയായിട്ട് തിളങ്ങി നിൽക്കുന്ന ആ സമയത്തായിരുന്നു നിശാൽ ചന്ദ്ര കാവ്യയെ ജീവിത സഖിയാക്കുന്നത്. വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന കാവ്യ ഭർത്താവിനോടൊപ്പം കുവൈറ്റിലേക്കും ചേക്കേറി. അന്ന് നിശാൽ കുടുംബസമേതം കുവൈറ്റിലായിരുന്നു താമസം. അതിനുശേഷം കാവ്യയുടെ യാതൊരു രീതിയിലുള്ള വിവരവും പുറത്തു വന്നിട്ടില്ലായിരുന്നു. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം ഒരു വാർത്ത പുറത്തു വരികയാണ് ചെയ്തത്. അതായത് നിശാലുമായിട്ടുള്ള വിവാഹ ബന്ധം വേർപെടുത്താൻ കാവ്യ ശ്രമം ആരംഭിച്ചു എന്നതായിരുന്നു. ഈ ഒരു വാർത്തയ്ക്കൊപ്പം ഗാർഹിക പീഡനത്തിന് നിശാലിനെയും കുടുംബത്തിനും എതിരെ ഒരു കേസും നടി ഫയൽ ചെയ്തു എന്നുള്ളതും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് 1.5 വർഷക്കാലത്തോളം ഇരുവരും വിവാഹമോചന കേസിന് പിന്നാലെയായിരുന്നു. പിന്നീട് ഉഭയവിവാഹ സമ്മതപ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടതോടെ 2011 ഇവർ വേർപിരിഞ്ഞു. ഒപ്പം ഗാർഹിക പീഡന കേസും കാവ്യ പിൻവലിച്ചു. വിവാഹമോചനം നേടി കോടതിക്ക് പുറത്തേക്ക് വന്ന നിശാൽ വൈകാരികമായിട്ടാണ് അന്ന് പ്രതികരിച്ചത്. അയാൾ അന്ന് മാധ്യമങ്ങൾക്ക് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനും അവന്റെ വീട്ടുകാർക്കും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നായിരുന്നു നിശാൽ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ ചുറ്റും വളഞ്ഞുവെങ്കിലും ഒന്നും പ്രതികരിക്കാൻ നിൽക്കാതെ കാവ്യ പോവുകയും ചെയ്തു. കാവ്യയ്ക്കും എനിക്കുമിടയിൽ സംഭവിച്ചതിന് മറ്റൊരു വശമുണ്ടെന്ന് ഒടുവിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നിശാൽ ചന്ദ്ര പ്രതികരിച്ചു. എല്ലാത്തരം നുണകളും വളച്ചൊടിക്കലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന് ആവർത്തിച്ച് അവർ പ്രസ്താവിച്ചിരുന്നു. അത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എനിക്ക് 2 ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. ഒന്ന് ന്യൂജേഴ്സിയിലെ സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും മറ്റൊന്ന് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസിലും. ഇതുവരെ നടന്നതൊക്കെ എനിക്കൊരു പേടി സ്വപ്നമാണ്. എല്ലാം കഴിഞ്ഞു വന്നതിൽ ദൈവത്തിന് നന്ദി എന്നാണ് വിവാഹമോചന ശേഷം നിശാൽ ചന്ദ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിനുശേഷമാണ് നിശാൽ കാവ്യയുമായിട്ട് വേർപിരിഞ്ഞ് അമേരിക്കയിലേക്ക് താമസം മാറിയത്. അത് മാത്രവുമല്ല, തന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു പങ്കാളിയും കണ്ടെത്തി. പ്രമുഖ ബിസിനസ്മാൻ സുരേന്ദ്രനാഥിന്റെ മകളും സമ്പന്നയുമായ രമ്യയാണ് നിശാൽ വിവാഹം ചെയ്തത്. 2013 മെയ് 13 ഇരുവരുടെയും വിവാഹം. ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം കൈവശമുള്ളയാളാണ് രമ്യ. കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിൽഡായ നിശാൽ ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത്. ഇരുവർക്കും 2 മക്കളുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുടുംബ ചിത്രങ്ങളും ഇടയ്ക്കിടയ്ക്ക് നിശാൽ പങ്കുവെക്കാറുമുണ്ട്. മനസ്സ് തുറന്നു ചിരിക്കാനും സന്തോഷിക്കാനും ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് നിശാൽ എന്നാണ് ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ള മിക്ക കമന്റുകളും. ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന കാവ്യ 2016 നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത്. ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകളുണ്ട്. അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ ദിലീപിനോടൊപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്.